ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ദ ടെൽ ടെയിൽ ഹാർട്ട് റിട്ടൺ ബൈ എഡ്ഗർ അലൻ പോ. 1843 അദ്ദേഹം ഈ ഒരു വർക്ക് പബ്ലിഷ് ചെയ്യുന്നത്. ആദ്യമായി ഓതറായിട്ടുള്ള എഡ്ഗർ അലൻ പോയെ കുറിച്ച് നോക്കാം. എഡ്ഗർ അലൻ പോ വാസ് എൻ അമേരിക്കൻ പോയറ്റ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ, എഡിറ്റർ ആൻഡ് ക്രിട്ടിക്. He is famous for creating horror and detective fiction and for exploring the human mind, fear, guilt and madness. Some major works: The Raven, The Fall of the House of Usher, The Black Cat, The Murders in the Rue Morgue. 1843 ഈ ഒരു വർക്ക് അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നത്. അദ്ദേഹം ഒരു അമേരിക്കൻ പോയറ്റാണ്, അതുപോലെ തന്നെ ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്, എഡിറ്ററാണ് ആൻഡ് ക്രിട്ടിക്കാണ്. 1809 അദ്ദേഹം ജനിക്കുന്നത്. 1849 അദ്ദേഹം മരിക്കുന്നു. അദ്ദേഹം ഒരു ഹൊറർ, ഡിറ്റക്റ്റീവ് ഫിക്ഷൻ ഇതുപോലെയുള്ള ഒരുപാട് കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഹ്യൂമൻ മൈൻഡിനെ കുറിച്ചും ഫിയറിനെ കുറിച്ചും പാപങ്ങളെക്കുറിച്ചും ബുദ്ധി ഇല്ലായ്മയെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കഥകളിലെ തീമെന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മേജർ വർക്ക്സാണ് ദ റാവൻ, ദ ഫാൾ ഓഫ് ദ ഹൗസ് ഓഫ് അഷർ, ദ ബ്ലാക്ക് കാറ്റ്, ദ മർഡേഴ്സ് ഇൻ ദ റൂയി മോർഗ്യൂ. ഇനി എന്താണ് ഈ ഒരു വർക്ക്? അതിൻ്റെ ചെറിയൊരു സമ്മറിയിലേക്ക് നമുക്ക് നോക്കാം. The Telltale Heart is the story of a man who tried to prove he is not mad while describing a murder he committed. The Telltale Heart എന്ന് പറയുന്ന ഈ ഒരു വർക്ക് ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ഈ ഒരു സ്റ്റോറിയിൽ ഒരു മനുഷ്യന്, ഇതിൽ നരേറ്റർ, അദ്ദേഹം പറയുകയാണ്, എനിക്ക് ബുദ്ധിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷേ അയാൾ എന്താണ് ചെയ്യുന്നത്? അയാൾ ഈ ഒരു സ്റ്റോറി തുടങ്ങുമ്പോൾ തന്നെ അയാൾ പറയുകയാണ്, ഇതിനൊരു പ്രശ്നവുമില്ല, അദ്ദേഹത്തിന് അങ്ങനെ ഭ്രാന്തോ അങ്ങനെയുള്ള ഒരു പ്രശ്നവുമില്ല, പക്ഷേ അദ്ദേഹം എന്ത് ചെയ്യാണ്, അദ്ദേഹം ചെയ്തിട്ടുള്ളൊരു ക്രൈമിനെ ഡിസ്ക്രൈബ് ചെയ്യാണ് അദ്ദേഹം. He loves the old man but hates his pale blue vulture-like eye. The eye disturbs him so much that he desired to kill the old man just to get rid of it. അയാൾ പറയാണ്, ആ ഓൾഡ് മാനെ, ആ വയസ്സനായ വൃദ്ധനെ അയാൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ അയാളുടെ കണ്ണുകൾ കഴുകനെ പോലെയുള്ള നിറച്ച നീല നിറത്തിലുള്ള ആ കണ്ണുകൾ, അത് അയാൾക്കൊട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. ആ കണ്ണുകൾ എപ്പോഴും അയാളെ വല്ലാതെ ഉപദ്രവിക്കുമായിരുന്നു. അങ്ങനെ ഒടുവിൽ അവസാനം അയാൾ തീരുമാനിക്കുകയാണ് ആ മനുഷ്യനെ കൊല്ലണമെന്ന്. എന്തുകൊണ്ട്? അയാളുടെ ആ കണ്ണുകൾ കാരണം അയാളുടെ രാവും പകലും മുഴുവൻ അയാൾ ആ കണ്ണിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. അത് അയാൾക്കൊരു സമാധാനവും കൊടുക്കുന്നില്ല. ഒടുവിൽ അയാൾ ചിന്തിക്കുകയാണ് ആ മനുഷ്യനെ ഇല്ലാതാക്കണമെന്ന്. For 7 nights he silently enters the old man's room. On the 8th night the old man wakes up and opens his eye. അങ്ങനെ 7 രാത്രികൾ ഈ മനുഷ്യൻ ആ വയസ്സനായ വൃദ്ധൻ്റെ റൂമിലേക്ക് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുകയാണ്. പക്ഷേ അയാൾ എന്ത് ചെയ്യുന്നില്ല, അയാളുടെ കണ്ണുകൾ ആ സമയത്തൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ 8ാമത്തെ രാത്രി the old man wakes up and opens his eyes. ഈ മനുഷ്യന് ഉണർന്നിട്ട് അയാളെ കണ്ണുകൾ തുറക്കുകയാണ്. The narrator sees the eye and hears the old man's heartbeat growing louder and louder. അപ്പോൾ ഈ നരേറ്റർ, ഈ ക്രൈം ചെയ്യുന്ന ആൾ എന്ത് ചെയ്യാണ്, അയാളുടെ കണ്ണുകൾ കാണുകയാണ്. അയാൾ ആ ഓൾഡ് മാൻ്റെ ഹൃദയത്തിൻ്റെ മിടിപ്പ് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അയാൾ afraid that the neighbors will hear it, he kills the old man, cuts the body into pieces and hides it under the floorboards. അങ്ങനെ ആ മനുഷ്യന് പെട്ടെന്ന് ചെയ്യാണ്, ഇനി കാത്തു നിൽക്കാൻ സമയമില്ല. കാരണം ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് അയാൾ ഇത്രയും ദിവസം കാത്തിരുന്നത്. കാരണം ഇപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാം, ഓൾഡ് മാൻ്റെ കണ്ണുകൾ അയാൾക്ക് കാണാം. പെട്ടെന്ന് തന്നെ അയാളെ ഇല്ലാതാക്കണം എന്ന് അയാൾ ചിന്തിക്കുകയാണ്. അപ്പുറത്തുള്ള ആളുകൾ എന്ത് ചെയ്യും, കേൾക്കുന്നതിന് മുമ്പ്, അവരറിയുന്നതിന് മുമ്പ് ഈ മനുഷ്യനെ ഇല്ലാതാക്കണമെന്ന് കരുതി അയാൾ ആ വൃദ്ധനായ മനുഷ്യനെ പെട്ടെന്ന് കൊല്ലുകയാണ്. He kills the old man, cuts the body into pieces and hides it under the floorboards. കൊല്ലുക മാത്രമല്ല, വളരെ മൃഗീയമായി അയാളെ കൊല്ലുകയാണ്. അയാളുടെ ആ കണ്ണുകൾ കാരണമാണ് ആ മനുഷ്യനെ അയാൾ കൊല്ലുന്നത്. കൊല്ലുക മാത്രമല്ല അയാൾ ചെയ്യുന്നത്, അയാളുടെ ബോഡി മുഴുവൻ അയാളിങ്ങനെ കഷ്ണമായി പീസാക്കി മാറ്റുകയാണ്. ആൻഡ് ഹൈഡ്സ് ഇറ്റ് അണ്ടർ ദ ഫ്ലോർ ബോർഡ്സ്. എന്നിട്ട് അയാൾ എന്ത് ചെയ്യണം, അയാളുടെ ഫ്ലോറിൻ്റെ താഴെ അത് ഒരു ബോക്സിലാക്കിയിട്ട് കവറിലാക്കിയിട്ട് അയാൾ എന്ത് ചെയ്യുന്നു, ഒളിപ്പിച്ച് വെക്കുകയാണ്. When the police arrive, he is calm at first, but soon he begins hearing the heartbeat again. The sound becomes unbearable. He believes the police are mocking him. അങ്ങനെ എന്താണ്, പോലീസുകാർ വരികയാണ്. എങ്ങനെയാണ് പോലീസുകാർ വന്നത്? അടുത്തുള്ള അയൽവാസികൾ ഈ ഓൾഡ് മാൻ്റെ സ്ക്രീമിങ്, അലർച്ച കേട്ടിട്ടുണ്ടായിരുന്നു. അവർ പോലീസിന് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോലീസുകാർ ഇയാളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഇയാളെന്താണ്, ഭയങ്കര കാമാണ്. പോലീസുകാരെ കണ്ടിട്ടൊന്നും ഇയാൾ
അത്ര പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അയാൾ കാമാണ്. കാരണം അയാൾ വളരെ വൃത്തിക്കാണ് ആ ക്രൈം അയാൾ ചെയ്തിട്ടുള്ളത്. ഒരു തെളിവ് പോലും അവിടെ അവശേഷിക്കുന്നില്ല. ഒരു ബ്ലഡിൻ്റെ കറയോ അങ്ങനെ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അത്രക്കും നീറ്റ് ആൻഡ് ക്ലീനായിട്ട് അയാൾ ആ ക്രൈം ചെയ്തിട്ടുണ്ട് എന്നുള്ള കോൺഫിഡൻസ് അയാൾക്കുണ്ടായിരുന്നു. പക്ഷേ എന്താണ് പിന്നീട് അയാൾ എന്താണ് ഈ ഓൾഡ് മാൻ്റെ ഹേർട്ട് ബീറ്റിങ് അയാൾ ഇങ്ങനെ കേൾക്കാൻ തുടങ്ങുകയാണ്. അയാളുടെ ഹൃദയമിടിപ്പ് ഇങ്ങനെ അയാൾ കേൾക്കാൻ തുടങ്ങുകയാണ്. ദാറ്റ് ഇസ് ദ പ്രോബ്ലം ഓഫ് ഹിസ് മൈൻഡ്. അയാളുടെ മൈൻഡിൻ്റെ പ്രശ്നമാണത്. ദ സൗണ്ട് ബിക്കംസ് അൺബിയറബിൾ ആൻഡ് ഹീ ബിലീവ്സ് ദ പോലീസ് ആർ മോക്കിങ് ഹിം. പക്ഷേ ഇയാൾ എന്താണ് പോലീസുകാരവിടെ കിടന്ന് ചിരിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, പലതും പറയുന്നുണ്ട്. പക്ഷേ ഇയാൾക്ക് തോന്നുകയാണ് ഈ പോലീസുകാർ ഇയാൾ മനസ്സിലായിട്ടുണ്ട്, ഇയാളാണ് ആ കുറ്റം ചെയ്തതെന്ന് അവർ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് അയാൾക്ക് തോന്നുകയാണ്. കാരണം ഇയാളിങ്ങനെ ഹൃദയമിടിപ്പ് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. കാരണം അയാൾക്കത് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു. കാരണം അയാളുടെ മൈൻഡ് അയാൾ ചെയ്ത തെറ്റിനെ ഹൈഡ് ചെയ്യാൻ അയാളുടെ മൈൻഡ് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം എന്ത് ചെയ്യുന്നു? ഹീസ് ഗിൽറ്റ് ബിക്കംസ് സോ സ്ട്രോങ് ദാറ്റ് ഹീ സ്ക്രീംസ് ആൻഡ് കൺഫസസ് ദ ക്രൈം. അവസാനം അയാളിങ്ങനെ അലറി വിളിച്ചിട്ട് പറയാണ്, ദാ ഇങ്ങോട്ട് നോക്ക്, ഇവിടെയാണ് ഞാൻ ആ മനുഷ്യൻ്റെ ബോഡി സൂക്ഷിച്ചു വെച്ചതെന്ന് അയാൾ പറയുകയാണ്. കാരണം അയാൾക്ക് തോന്നുകയാണ് അയാൾ ചെയ്ത തെറ്റ് ഇവർ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് അയാൾക്ക് തോന്നുകയാണ്. കാരണം ഇയാൾ കേൾക്കുന്നത് ഈ മനുഷ്യൻ്റെ ഹേർട്ട് ബീറ്റ് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. സോ അവസാനം പക്ഷേ പോലീസുകാർക്കത് മനസ്സിലായിട്ടൊന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം അയാളത് കാണിച്ചു കൊടുക്കുക. അയാൾ ചെയ്ത തെറ്റ് അയാൾ തന്നെ വിളിച്ച് പറയുകയാണ്. സോ ഇനി ഇതിലെ തീം എന്താണെന്ന് നോക്കാം. മാഡ്നസ് ആൻഡ് സാനിറ്റി. അയാളുടെ ബുദ്ധി ഇല്ലായ്മയും അതുപോലെ തന്നെ സാനിറ്റിയും. അയാൾ പറയുന്നത് അയാൾ സാനിറ്റിയാണ്, അയാൾ സെയിനാണെന്ന്. കാരണം അയാൾക്ക് ബോധമുണ്ട്, ബുദ്ധി അങ്ങനെ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നു. സോ ദ നരേറ്റർ കീപ്സ് റിപ്പീറ്റിംഗ് ദാറ്റ് ഹീ ഈസ് നോട്ട് മാഡ് ബട്ട് ഹിസ് ആക്ഷൻ ഷോ ഹീ ഈസ് മെൻ്റലി അൺസ്റ്റേബിൾ. അയാളിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അയാൾക്കൊരു പ്രശ്നവുമില്ല, ബുദ്ധിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അയാൾ മെൻ്റലി അയാൾക്ക് ചില പ്രശ്നങ്ങളുണ്ട്. ഹിസ് ഒബ്സഷൻ വിത്ത് ഐ ആൻഡ് ദി ഇമാജിനറി ഹാർട്ട് ബീറ്റ് റിഫ്ലക്റ്റ് ഇൻസാനിറ്റി. അയാളുടെ കണ്ണുകളോടുള്ള അമിതമായിട്ടുള്ള എന്തോ ഒരു ഭ്രാന്ത്. അതുപോലെ തന്നെ അയാളുടെ ഇമാജിനറി ഹാർട്ട് ബീറ്റ്. അയാൾ ആ ക്രൈം ചെയ്ത് കഴിഞ്ഞിട്ട് മരിച്ചുപോയ ആ ഓൾഡ് മാൻ്റെ ഹാർട്ട് ബീറ്റാണ് പിന്നീട് അയാൾ കേൾക്കുന്നത്. അതൊക്കെ അയാളുടെ ഉള്ളിലുള്ള ഇൻസാനിറ്റി. അയാൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടല്ലേ, അയാളുടെ മൈൻഡ് സ്റ്റേബിളല്ല, സ്ഥിരതയല്ല. ദെൻ പോ ഷോസ് ഹൗ ദ ഹ്യൂമൻ മൈൻഡ് ക്യാൻ ഡെസീസീവ് ഇറ്റ് സെൽഫ്. ഇവിടെ എഡ്ഗർ അലൻ പോ കാണിക്കുന്നത് മനുഷ്യൻ്റെ മൈൻഡ് ഇനെയാണ് ഇവിടെ കാണിക്കുന്നത്. മനുഷ്യൻ്റെ മൈൻഡിൻ്റെ പവറിനെ കാണിക്കുകയാണ്. Then guilt and conscience. After killing the old man, the narrator believes he hears the heartbeats under the floor. അയാളുടെ ഗിൽറ്റ്, അയാൾ ചെയ്ത പാപവും അതുപോലെ തന്നെ അയാളുടെ മനസ്സാക്ഷിയും. അയാൾ ചെയ്ത പാപം എന്ത് ചെയ്യുന്നില്ല, അയാളുടെ മനസ്സാക്ഷി ഒരിക്കലും അതിനോട് യോജിക്കുന്നില്ല. ആ മനുഷ്യനെ കൊന്നിട്ടും എന്ത് ചെയ്യുന്നു, അയാളുടെ ഹേർട്ട് ബീറ്റ് അയാൾ കേൾക്കുന്നു. കാരണം അയാളുടെ മൈൻഡ് എന്ത് ചെയ്യുന്നില്ല, അതിനോട് യോജിക്കുന്നില്ല. അതുകൊണ്ടാണ് അയാൾ മൈൻഡ് വിളിച്ച് പറയുന്നത് അയാൾ ക്രൈം ചെയ്തിട്ടുണ്ടെന്ന്. സോ ദ സൗണ്ട് ഈസ് ആക്ച്വലി ഹിസ് ഓൺ ഗിൽറ്റ്. ആ സൗണ്ടായിരുന്നു അയാളുടെ ആ കുറ്റങ്ങളെ വിളിച്ചു പറഞ്ഞിരുന്നത്, അയാളുടെ ആ കുറ്റം വിളിച്ചു പറഞ്ഞിരുന്നത്. സോ നോ മാറ്റർ ഹൗ ക്ലെവർലി എ പേഴ്സൺ ഹൈഡ്സ് എ ക്രൈം, ദേ കനോട്ട് എസ്കേപ്പ് ദെയർ കൺസൈൻസ്. എത്ര ക്ലെവറായിട്ടും എത്ര ക്ലിയറായിട്ടും നമ്മൾ ഒരു ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഒളിപ്പിച്ച് വെച്ചിട്ട് കാര്യമില്ല. നമ്മുടെ മനസ്സാക്ഷി ഒരിക്കലും അതിന് അനുവദിക്കില്ല. എത്ര വലിയ ക്രൈം ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ മനസ്സാക്ഷി എന്തായിരിക്കില്ല, അതിന് നമുക്കൊരു സമാധാനം നമുക്കത് തരില്ല. അയാളുടെ മനസ്സാക്ഷിയാണ് അയാൾ വിളിച്ച് പറയുന്നത് അയാളാണ് ആ തെറ്റ് ചെയ്തതെന്ന്. സോ ദ സ്റ്റോറി ഷോസ് ഫിയർ ഫ്രം ബോത്ത് സൈഡ്സ്. ദ ഓൾഡ് മാൻ ഫിയേഴ്സ് ദ ഡാർക്ക്നെസ് ആൻഡ് അൺനോൺ നോയ്സ്. അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഓൾഡ് മാന് ഫിയറിനെ, ഭയത്തെ, അയാളുടെ ഉള്ളിലൊരു ഭയമുണ്ട്. അതുപോലെ തന്നെ ഇരുട്ടിനെ അയാൾ ഭയക്കുന്നുണ്ട്. അതുപോലെ തന്നെ അൺനോൺ നോയ്സ്, കാരണം ആ ഓൾഡ് മാൻ്റെ ഹേർട്ട് ബീറ്റിനെ ഒരിക്കലും അറിയപ്പെടാത്ത, പോലീസുകാരൊന്നും കേൾക്കാത്ത ആ നോയ്സിനെ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, വല്ലാതെ ഭയക്കുന്നുണ്ട്. ദ നരേറ്റർ ഫിയേഴ്സ് ദ ഐ ആൻഡ് ലേറ്റർ ഫിയേഴ്സ് ബീയിങ് കാട്ട്. പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യം ആ നരേറ്റർ എന്തിനെയാണ് പേടിച്ചിരുന്നത്, ആ കണ്ണുകളെ മാത്രമാണ് അയാൾ പേടിച്ചിരുന്നത്. പിന്നീട് എന്ത് ചെയ്യുന്നു, പിടിക്കപ്പെടും എന്നുള്ള പേടിയും കൂടിയും അയാൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അയാളത് പീസൊക്കെ ആയിട്ട് ഹൈഡ് ചെയ്യുന്നത്. ദെൻ ഒബ്സഷൻ. നരേറ്റർ ബിക്കം ഒബ്സസ്ഡ് വിത്ത് ഓൾഡ് മാൻസ് ഐ. ഈ നരേറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, ഓൾഡ് മാൻ്റെ കണ്ണുകളോട് അയാൾക്ക് വല്ലാത്ത ഒബ്സഷൻ ആയിരുന്നു. എന്തെന്നില്ലാത്ത ഒരു ഭീതിയായിരുന്നു അയാൾക്കുണ്ടായിരുന്നത് അല്ലേ. ദിസ് ഒബ്സഷൻ ഗ്രോ സ്ട്രോങ്ങർ ഈച്ച് ഡേ ആൻഡ് ടേക്സ് കംപ്ലീറ്റ് കൺട്രോൾ ഓഫ് ഹിം. അയാളുടെ ഉള്ളിലെ ഈ എന്തോ ഒരു ഭ്രാന്ത് അല്ലേ, എന്തോ ഒരു വസ്തുവിനോട് നമുക്ക് അമിതമായിട്ടുള്ള ഭ്രാന്ത്. ഇയാൾക്കിത് കണ്ണ് കാണുമ്പോൾ അത് വല്ലാത്തൊരു പേടിയായിരുന്നു. അതിങ്ങനെ ഓരോ ദിവസം കൂടുന്തോറും അത് കൂടിക്കൂടി വന്നു. ഒടുവിൽ അയാൾക്ക് തന്നെ അയാളെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. പോ ഷോസ് ഹൗ ഒബ്സഷൻ ക്യാൻ മേക്ക് സമ്മൺ ലോസ് ദെയർ മോറൽ
സെൻസ്. ഇവിടെ അലൻ പോ കാണിക്കുന്നത് എന്തെങ്കിലും വസ്തുവിനോടുള്ള നമ്മൾ അമിതമായിട്ടുള്ള ഇങ്ങനെയുള്ളൊരു അഭിനിവേശം എന്ത് ചെയ്യുന്നു, നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ മോറൽ സെൻസിനെ വരെ അത് എന്ത് ചെയ്യും, ഇല്ലാതാക്കുമെന്നാണ് അത് അദ്ദേഹം പറയുന്നത്. The nature of evil. The narrator claims he loves the old man, yet he murders him. നെറേറ്റർ പറയുന്നുണ്ട് അയാൾക്ക് എന്ത് ചെയ്യുന്നു, ഈ ഓൾഡ് മാൻ അയാളെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു, പക്ഷേ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, അയാളെ കൊല്ലുന്നുണ്ട്. The real evil is not the eye but the narrator's mind. ഇവിടെ ശരിക്കുമുള്ള ഈവിൾ എന്ന് പറയുന്നത് ആരാണ്? അയാളുടെ കണ്ണുകളായിരുന്നില്ല. ഈ ഓൾഡ് മാൻ്റെ കണ്ണുകളാണോ? അല്ല, പക്ഷേ ഈ നെറേറ്ററുടെ മൈൻഡ് ആണ്. ദിസ് തീം ഷോസ് ദാറ്റ് ഈവിൾ ക്യാൻ കം ഫ്രം വിത്തിൻ എ പേഴ്സൺ. അതായത് ഈവിൾ എവിടെ നിന്ന് തന്നെ വരും, പൈശാചികത്വം എവിടെ നിന്ന് വരാം, നമ്മുടെ മൈൻഡിൽ നിന്നാണ് അത് വരുന്നത്. So crime and punishment. The narrator plans the perfect crime. He removes all evidence and hides the body skillfully. അപ്പോൾ ഇനി അയാൾ ആ ക്രൈം വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഒരു തെളിവ് പോലും ബാക്കി വെക്കാതെ പോലീസുകാർ അങ്ങനെ ആദ്യം വന്ന് കണ്ടുപിടിക്കുന്നൊന്നുമില്ല. എല്ലാ എവിഡൻസും അയാൾ ഇല്ലാതാക്കിയിട്ടാണ് അതെന്ത് ചെയ്യുന്നത്, ആ ബോഡിയൊക്കെ ഹൈഡ് ചെയ്യുന്നത്. ബട്ട് ദ പണിഷ്മെൻറ്റ് കംസ് ഫ്രം ഇൻസൈഡ് ഹിസ് മൈൻഡ്, നോട്ട് ഫ്രം ദ പോലീസ്. പക്ഷേ ആ പണിഷ്മെൻറ്റ്, അയാൾക്കുള്ള ശിക്ഷ എവിടെ നിന്നാണ് വരുന്നത്, അയാളുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ്, പക്ഷേ പോലീസിൽ നിന്നല്ല. ഹിസ് കൺഫെഷൻ ഷോസ് ദാറ്റ് ഇന്നർ പണിഷ്മെൻറ്റ് ഇസ് സം ടൈംസ് വേഴ്സ് ദാൻ ലീഗൽ പണിഷ്മെൻറ്റ്. നമ്മുടെ ഉള്ളിലുള്ള പണിഷ്മെൻറ്റിൽ എന്തെങ്കിലും ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന പണിഷ്മെൻറ്റ് ലീഗൽ പണിഷ്മെൻറ്റിനെക്കാട്ടിലും ഭയങ്കര ഭയാനകമാണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ തീമെന്ന് പറയുന്നത് എന്താണ്? യു കനോട്ട് എസ്കേപ്പ് യുവർ ഓൺ ഗിൽറ്റ്. നമുക്കൊരിക്കലും നമ്മൾ ചെയ്യുന്ന തെറ്റിൽ നിന്ന്, പാപങ്ങളിൽ നിന്നൊരിക്കലും നമുക്കൊരിക്കലും രക്ഷപ്പെടാനായിട്ട് പറ്റില്ല. അത് ചെയ്യുമ്പോൾ തോന്നും ഇതാരും അറിയില്ല, ഇതാരും കേൾക്കാൻ പോകുന്നില്ല, ഞാൻ സേഫാണെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ഇവിടെ ഈ നെറേറ്റർ അയാൾ ആ ക്രൈം ചെയ്യുമ്പോൾ ഒരിക്കലും അയാൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഇത് പിടിക്കപ്പെടുമെന്ന്. ഇത്രക്കും പെർഫെക്റ്റ് ആയിട്ടാണ് അയാളത് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ക്രൈം വിൽ ഓൾവേസ് റിവീൽ ഇറ്റ് സെൽഫ്. നമ്മൾ ചെയ്യുന്ന ഓരോ ക്രൈമുകൾ എന്ത് ചെയ്യും, അത് തന്നെ, ആ ക്രൈം തന്നെ എന്ത് ചെയ്യും, അത് പുറത്തത് കാണിക്കും, അതന്നെ അത് തെളിയിക്കപ്പെടും. ദ ഹ്യൂമൻ മൈൻഡ് ക്യാൻ ബി ഡേഞ്ചറസ് വെൻ കൺട്രോൾഡ് ബൈ ഫിയർ ആൻഡ് ഒബ്സഷൻസ്. മനുഷ്യൻ്റെ മൈൻഡ് എന്താണ്? മനുഷ്യൻ്റെ മൈൻഡ് എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റാവുന്നതിലപ്പുറമാണ്. അത്രക്കും പവർഫുൾ ആയിട്ടുള്ളൊരു സംഗതിയാണ്. അത് തന്നെ ഭയങ്കര അപകടമായൊരു സംഗതിയിലേക്ക് എത്താം. കൺട്രോൾഡ് ബൈ ഫിയർ ആൻഡ് ഒബ്സഷൻ. മൈൻഡിനെ ഫിയറും അതുപോലെ തന്നെ ഇങ്ങനെ ഭയവും ഒബ്സഷനും വല്ലാത്ത അമിതമായിട്ടുള്ള അഭിനിവേശവും ഭ്രാന്തമൊക്കെ അടക്കി പിടിച്ചു കഴിഞ്ഞാൽ മൈൻഡ് നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് മൈൻഡ് മാറിപ്പോകും എന്നുള്ളതാണ്. ഗിൽറ്റ് ഈസ് ലൗഡർ ദാൻ എനി ഫിസിക്കൽ സൗണ്ട്. നമ്മൾ ചെയ്യുന്ന പാപം എന്നുള്ളത് അത് ഇവിടെ ഹാർട്ട് ബീറ്റാണ് അല്ലേ. അത് എന്താണ്, നമ്മൾ ചെയ്യുന്ന പാപം നമ്മൾ കേൾക്കുന്ന ശരിക്കുന്ന സൗണ്ടിനേക്കാൾ എത്രയോ വലിയതാണ്. പക്ഷേ അയാൾക്ക് അവിടെയുള്ള പോലീസ് ഓഫീസേഴ്സ് ഒന്നും കേൾക്കാൻ പറ്റാത്തൊരു സൗണ്ടാണ് അയാളുടെ മൈൻഡിൻ്റെ ഉള്ളിൽ നിന്ന് അയാൾ കേൾക്കുന്നത്. മരിക്കുന്നതിന് മുമ്പ് ആ മനുഷ്യൻ്റെ ഹേർട്ട് ബീറ്റ് അയാൾ കേട്ടിട്ടുണ്ടായിരുന്നു, ആ ഓൾഡ് മാൻ്റെ. അത് തന്നെയാണ് അയാൾ മരിച്ചതിന് ശേഷം അയാൾ കേൾക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു സൗണ്ട് ഉണ്ട്, അത് നമ്മൾ ഫിസിക്കൽ സൗണ്ട്, ശരിക്കുമുള്ള സൗണ്ടിനേക്കാൾ എത്രയോ ഭീതിതമാണ്, അത് ലൗഡറാണ് എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ എത്ര വലിയ തെറ്റുകൾ ചെയ്തു വെച്ചിട്ടും കാര്യമില്ല, നമ്മുടെ മൈൻഡ് തന്നെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, അത് തുറന്നു പറയും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, അത് തന്നെ അതെന്ത് ചെയ്യും, കൺഫസ് ചെയ്യും, അത് ആ കുറ്റം തെളിയിക്കും. അതാണ് ഈ സ്റ്റോറിയിൽ പറയുന്നത്. ഓക്കെ.